നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ദർശന പുണ്യവുമായി പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു. പുല്ലുമേട്ടിലും പരുന്തുംപാറയിലും പാഞ്ചാലിമേട്ടിലും മണിക്കൂറുകൾ കാത്തുനിന്ന അയ്യപ്പ ഭക്തർ ശരണം വിളികളോടെ മലയിറങ്ങി. ഇത്തവണയും ജില്ലാ ഭരണകൂടം ഒരുക്കിയിരുന്നത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ. ദളിത് ക്രൈസ്തവർക്ക് പ്രത്യേക സംവരണം പ്രഖ്യാപിക്കണമെന്ന ആവശ്യമുയർത്തി CSDS സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് ഇടുക്കി ജില്ലയിൽ തുടക്കമായി. ഏലപ്പാറയിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചരണ ജാഥ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ജാഥ നയിക്കുന്നത് CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ്. കുമളി സ്പ്രിംഗ് വാലിയിൽ പോലീസ് ആളുമാറി മധ്യവയസ്കനെ മർദ്ദിച്ചതായി പരാതി. മർദ്ദനമേറ്റത് സ്പ്രിംഗ് വാലി സ്വദേശി അയ്യപ്പൻ കറുപ്പയ്യയ്ക്ക്. ഇദ്ദേഹത്തെ പരിക്കുകളുടെ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേനലിൽ ആവശ്യക്കാരേറിയതോടെ ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ പാഷൻ ഫ്രൂട്ടിന്റെ വില ഉയർന്നു. ജൂൺ ജൂലൈ മാസങ്ങളിൽ 25 മുതൽ 30 രൂപയ്ക്ക് വരെ കർഷകരിൽ നിന്നും ശേഖരിച്ചിരുന്ന പാഷൻ ഫ്രൂട്ട് നിലവിൽ ഹൈറേഞ്ചിലെ വ്യാപാരികൾ ശേഖരിക്കുന്നത് 50 മുതൽ 70 രൂപയ്ക്ക് വരെ. വിശദമായ വാർത്തകളിലേക്ക്. ദർശന പുണ്യവുമായി പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു. പുല്ലുമേട്ടിലും പരുന്തുംപാറയിലും പാഞ്ചാലിമേട്ടിലും മണിക്കൂറുകൾ കാത്തുനിന്ന അയ്യപ്പ ഭക്തർ ശരണം വിളികളോടെ മലയിറങ്ങി. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇത്തവണയും ജില്ലാ ഭരണകൂടം ഒരുക്കിയിരുന്നത്. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞതോടെ പുല്ലുമേട്ടിൽ മണിക്കൂറുകളോളം കാത്തിരുന്ന അയ്യപ്പ ഭക്തർ ദർശന സായുജ്യത്തോടെ ശരണം വിളിച്ചു. ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ മകരജ്യോതി ദർശനം ഭക്തരുടെ മനസ്സിനും പുണ്യം പകർന്നതോടെ മണിക്കൂറുകൾക്ക് മുൻപേ പുല്ലുമേട്ടിൽ തമ്പടിച്ചിരുന്ന ഭക്തർ മലയിറങ്ങി. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ വാഹനങ്ങളിൽ എത്തിയ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരടക്കം KSRTC വണ്ടിപ്പെരിയാറിൽ സജ്ജീകരിച്ച ബസ്സുകളിലാണ് വള്ളക്കടവ് വഴി പുല്ലുമേട്ടിൽ എത്തിയത്. പുല്ലുമേട്ടിൽ ഉച്ചയോടെ എത്തിയ അയ്യപ്പ ഭക്തർ മകരജ്യോതി ദർശിക്കുന്നതിനായി മണിക്കൂറുകളോളം കാത്തിരുന്നു. ഒപ്പം പരുന്തുംപാറയിലും പാഞ്ചാലിമേട്ടിലും അയ്യപ്പ ഭക്തർക്ക് പുറമെ വിനോദസഞ്ചാരികളടക്കമുള്ളവരും മകരജ്യോതി ദർശിക്കുന്നതിനായി കാത്തുനിന്നു. ഒടുവിൽ 6:47 പൊന്നമ്പലമേട്ടിൽ 3 തവണ മകരജ്യോതി തെളിഞ്ഞു. ഇത്തവണയും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ഒരുക്കിയിരുന്നത്. 1400ഓളം പോലീസുകാരെ വിവിധ പോയിന്റുകളിലായി നിയോഗിച്ചിരുന്നു. വള്ളക്കടവിൽ നിന്ന് പുല്ലുമേട് ടോപ്പ് വരെ ഓരോ 2 കിലോമീറ്റർ ഇടവിട്ട് ആംബുലൻസ്, മെഡിക്കൽ ടീമിന്റെ സേവനം, 1 കിലോമീറ്റർ ഇടവിട്ട് കുടിവെള്ള സൗകര്യം എന്നിവ ഒരുക്കിയിരുന്നു. കോഴിക്കാനം മുതൽ പുല്ലുമേട് വരെ 14 കിലോമീറ്റർ വെളിച്ച സംവിധാനം ഒരുക്കി. ഭക്തർക്ക് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ അറിയിപ്പുകൾ നൽകിയിരുന്നു. മകരജ്യോതി ദർശനം പൂർത്തിയായതോടെ ഭക്തർ മലയിറങ്ങി തുടങ്ങി. ദളിത് ക്രൈസ്തവർക്ക് പ്രത്യേക സംവരണം പ്രഖ്യാപിക്കണമെന്ന ആവശ്യമുയർത്തി CSDS സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് ഇടുക്കി ജില്ലയിൽ നിന്നും തുടക്കമായി. ഏലപ്പാറയിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചരണ ജാഥ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷാണ് ജാഥ നയിക്കുന്നത്. ദളിത് ക്രൈസ്തവർക്ക് പ്രത്യേക സംവരണം പ്രഖ്യാപിക്കണമെന്ന ആവശ്യമുയർത്തി CSDS സംസ്ഥാന കമ്മിറ്റി ഈ മാസം 29-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുകയാണ്. ഇതിനു മുന്നോടിയായി ജില്ലകൾ തോറും നടക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്കാണ് ഇടുക്കി ജില്ലയിലെ ഏലപ്പാറയിലും തുടക്കമായത്. ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിൽ പര്യടനം നടത്തി 28-ന് ജാഥ സമാപിക്കും. ഏലപ്പാറയിൽ നടന്ന ജാഥയുടെ ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. ദളിത് വിഭാഗക്കാരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കപ്പെടാനുള്ള നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണെന്ന് MP പറഞ്ഞു. രാജ്യത്ത് ജന്മമെടുത്ത മുഴുവൻ ആളുകൾക്കും ജീവിക്കാനുള്ള അവകാശം അത് തത്തുല്യമായി അവരുടെ സാമൂഹികപരമായ ഉന്നമനം, സമാധാനപൂർണമായ ജീവിതം അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉൾപ്പെടെ പിൽക്കാലത്ത് തുടരുവാനുള്ള ആ പ്രത്യേകമായ വിവക്ഷകൾ ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് യാഥാർത്ഥ്യമായി. പക്ഷേ പലപ്പോഴും ഓരോ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന കാര്യങ്ങൾ അതിനെ യഥാസമയം യഥാവിധി ഉൾക്കൊള്ളുവാനും പരിഹരിക്കുവാനും അവകാശങ്ങൾ സംരക്ഷിക്കുവാനും
സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. പരമ്പരാഗതമായി നമുക്ക് നമ്മുടെ രാജ്യത്ത് എത്രയോ മഹത്തരമായ ഇടപെടലുകൾ നടത്തിയ ജനവിഭാഗങ്ങളെ നമുക്ക് കാണാൻ കഴിയും. സഹോദര സമുദായങ്ങളുടെ ആനുകൂല്യങ്ങളും സംവരണങ്ങളും നഷ്ടപ്പെടാതെ കേരളത്തിലെ 30 ലക്ഷത്തോളം വരുന്ന ദളിത് ക്രൈസ്തവർക്ക് പ്രത്യേക സംവരണ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ജാഥയാണ് പര്യടനം നടത്തുന്നത്. CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷാണ് ജാഥ നയിക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ ജാഥ ക്യാപ്റ്റന് സ്വീകരണം നൽകി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ വി ജെയിംസ്, പ്രസന്ന ആറാണി, ലീലാമ്മ ബിന്നി, സുനിൽ കെ തങ്കപ്പൻ, ഷാജി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. പീരുമേട് താലൂക്ക് പ്രസിഡന്റ് KV പ്രസാദ്, ജോൺസൺ ജോർജ്, ഷൈജു TK, സനീഷ്, പ്രിയമോൾ അനീഷ് എന്നിവർ നേതൃത്വം നൽകി. കുമളി സ്പ്രിംഗ് വാലിയിൽ പോലീസ് ആളുമാറി മധ്യവയസ്കനെ മർദ്ദിച്ചതായി പരാതി. സ്പ്രിംഗ് വാലി സ്വദേശി അയ്യപ്പൻ കറുപ്പയ്യയ്ക്കാണ് മർദ്ദനമേറ്റത്. ഇദ്ദേഹത്തെ പരിക്കുകളോടെ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. കുമളി സ്പ്രിംഗ് വാലി കുരിശുപള്ളിക്ക് സമീപം ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ജോലി കഴിഞ്ഞ് വരികയായിരുന്ന അയ്യപ്പനെ ലാത്തികൊണ്ട് മർദ്ദിക്കുകയായിരുന്നു. അയ്യപ്പന്റെ കാലിനും പുറത്തും പരിക്കേറ്റു. കയ്യിൽ വെള്ളം സൂക്ഷിച്ചിരുന്ന ഫ്ലാസ്കും പോലീസ് തല്ലി തകർത്തു. ഞാൻ പണിയും കഴിഞ്ഞ് വന്നിട്ട് 66 കുരിശുപള്ളിക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോയ്ക്ക്, നമ്മുടെ കൂട്ടുകാരുടെ പുള്ളിയുടെ ഓട്ടോയ്ക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്നപ്പോൾ താഴെ പോലീസുകാർ കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നത് കണ്ടു. ഈ വണ്ടി ജീപ്പിൽ അന്നേരം വന്നിട്ട് ഞാനത് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അന്നേരം നേരെ എൻ്റെ അടുത്ത് ജീപ്പ് വന്നു. ഞാനോർത്ത് കുരിശുപള്ളിക്ക് തിരിച്ചിട്ട് കുമളിക്ക് പോകാൻ വേണ്ടി തിരിക്കാൻ വേണ്ടി വന്നതെന്നാണ് ഞാൻ ഓർത്ത്. നോക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് മാറി നിന്നപ്പോൾ എന്നെ ഇത് ഇടയ്ക്ക് തെറി പറഞ്ഞുകൊണ്ട് താവൂട്ടി തന്നെ പറഞ്ഞ് എന്നെ തല്ലി ഓടിക്കുമായിരുന്നു. ഞാൻ ഉരുണ്ട് വീണു. ഞാൻ നടക്കില്ല, നീ ഓടാന്ന് പറഞ്ഞ് എന്നെ ഓടിക്കും. അവർ തിരിഞ്ഞു നോക്കല്ലേ, നീ പോടാന്ന് പറഞ്ഞ് നടന്നു പോകുമ്പോൾ നടക്കല് ഓടാൻ പറയുക. പട്ടി ഓടിക്കുന്ന പോലെ ഓടിക്കോളാൻ പറയും. പരിക്കേറ്റ അയ്യപ്പനെ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങൾ തിരക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ സംഭവം ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചതായും നാട്ടുകാർ പറയുന്നു. അവരോട് ചോദിച്ചത് എന്നാ പറ്റിയെന്ന് ചോദിച്ചത് അറിയാതെ സംഭവിച്ചതാണ്, നമുക്കിതൊരു സെറ്റിൽമെൻറ്റ് ചെയ്ത് പോയാൽ പോരെ എന്ന രീതിയിൽ അവർ സംസാരിച്ചത്. ഞങ്ങളത് പറഞ്ഞ് നടക്കുകയില്ല. ഇത് നിരപരാധിയായ ഒരാൾക്ക് ഇങ്ങനെ ജീവിക്കാൻ പോലും ഇതില്ലാതെ തൊഴിലെടുക്കാൻ പോയിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു നിരവധി വഴിയിലിട്ട് തല്ലിച്ചതയ്ക്കുമായിരുന്നു. ഞങ്ങൾ അംഗീകരിക്കത്തില്ല, ഞങ്ങൾ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾ എസ്ഐയോട് പറയുന്നത്. അവരൊന്ന് സംസാരിച്ചത് ഇത് അവർക്ക് അറിയാതെ പറ്റിയതാണ്, നമുക്കിത് ധാരണയായിട്ട് പോകാമെന്ന് പറയും. ഇതൊരു എസ് സി വിഭാഗത്തിൽപ്പെട്ടൊരു സാധാരണ ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ്. 2 കൊച്ചു പിള്ളേരുണ്ട് ഇവർക്ക്. അപ്പോൾ ഇവരെ ഇന്ന് ഞായറാഴ്ച പോലും വീട്ടിൽ പണിക്ക് പോയാണ് ആ കുടുംബം കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെ അതങ്ങ് സെറ്റിൽ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലെന്ന് ഇവർ തീർത്ത് പറഞ്ഞു. ഭാര്യയും ഭർത്താവും പറഞ്ഞു അങ്ങനെ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഇത് കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. ആക്രമണം നടത്തിയ പോലീസുകാരനെതിരെ നടപടി ആവശ്യപ്പെട്ട് പീരുമേട് ഡിവൈഎസ്പിക്ക് മനുഷ്യാവകാശ കമ്മീഷനും പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും പരാതി നൽകുമെന്ന് അയ്യപ്പനും കുടുംബവും വ്യക്തമാക്കി. വേനലിൽ ആവശ്യക്കാരേറിയതോടെ ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ പാഷൻ ഫ്രൂട്ടിന്റെ വില ഉയർന്നു. ജൂൺ ജൂലൈ മാസങ്ങളിൽ 25 മുതൽ 30 രൂപയ്ക്ക് വരെ കർഷകരിൽ നിന്നും ശേഖരിച്ചിരുന്ന പാഷൻ ഫ്രൂട്ട് 50 മുതൽ 70 രൂപയ്ക്കാണ് നിലവിൽ ഹൈറേഞ്ചിലെ വ്യാപാരികൾ ശേഖരിക്കുന്നത്. ഉൽപാദനം കുറഞ്ഞതും ചൂട് വർദ്ധിച്ചതുമാണ് വില കുത്തനെ ഉയരാൻ കാരണം. കൊച്ചിയിൽ നിന്നുള്ള ചെറുകിട വ്യാപാരികളും പൾപ്പ് സിറപ്പ് നിർമ്മാതാക്കളുമാണ് പാഷൻ ഫ്രൂട്ടിന്റെ പ്രധാന ആവശ്യക്കാർ. വിപണിയിലെത്തുന്ന പാഷൻ ഫ്രൂട്ടിൽ നിന്നും ഗുണമേന്മയുള്ളവ തിരഞ്ഞെടുത്ത് 50 മുതൽ 70 രൂപ വരെ വിലയ്ക്കാണ് വിറ്റഴിക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. പാഷൻ ഫ്രൂട്ട് ഇപ്പോൾ ഈ സമയത്ത് സീസൺ അല്ലാത്ത ഓഫ് സീസൺ ആയ സ്ഥിതിക്ക് പാഷൻ ഫ്രൂട്ട് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ സീസൺ സമയത്ത് 20, 25, 30 രൂപ വരെ ഈ സാധനത്തിന് വില ഉണ്ടായിരുന്നു. ഇപ്പോൾ 50 to 70 വരെ ആയിട്ടിപ്പോൾ മാർക്കറ്റ്. കാരണം വേനൽ കിടക്കുന്നതോടുകൂടി ഈ സാധനത്തിന് വില കൂടും. പിന്നെ അത് തന്നെയല്ല ഇപ്പോഴത്തെ രോഗങ്ങളെല്ലാം പ്രതിരോധിക്കാൻ ഇപ്പോഴത്തെ ജലദോഷം, പനി, കഫക്കെട്ട് ഈ കാലാവസ്ഥയിൽ നല്ല ഒരു പ്രതിരോധ ശേഷിയും കൂടെയാണ് പാഷൻ ഫ്രൂട്ട്. അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ വന്ന് ചോദിക്കുന്നു, പക്ഷേ അതിനുള്ള സാധനം നമുക്കിപ്പോൾ തികയുന്നില്ല. അതുകൊണ്ട് മാർക്കറ്റ് കൂടി വരികയാണ്. കാണാൻ ആകർഷകമായ ചുവന്ന റോസ് കളറുകളുള്ള ഹൈബ്രിഡ് പാഷൻ ഫ്രൂട്ടും മഞ്ഞ നിറമുള്ള നാടൻ പാഷൻ ഫ്രൂട്ടും വിപണിയിലെത്തുന്നുണ്ട്. കാണാൻ ആകർഷകമായതിനാലും വലിപ്പം കൂടുതലായതുകൊണ്ടും ഹൈബ്രിഡ് ഇനത്തിനാണ് ചെറുകിട വിപണിയിൽ ആവശ്യക്കാർ കൂടുതൽ.
എന്നാൽ ഉള്ളിലെ പൾപ്പിന് നിറവും മണവും നാടൻ ഇനത്തിനാണ്. പൾപ്പും സിറപ്പും നിർമ്മിക്കുന്നവർക്കും മഞ്ഞ നിറമുള്ള നാടൻ പാഷൻ ഫ്രൂട്ടാണ് ഇഷ്ടം. നാടൻ ഇനത്തിന് കീടബാധയും കുറവാണെന്ന് കർഷകർ പറയുന്നു. നാടൻ ഹൈബ്രിഡ് പാഷൻ ഫ്രൂട്ട് ഇനങ്ങൾ ആഭ്യന്തര വിപണി കൈയടക്കുമ്പോൾ കയറ്റുമതിക്കാർ ഹൈറേഞ്ചിൽ തേടുന്നത് കാന്തല്ലൂർ പാഷൻ ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ടിന്റെ മധുരമാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. ചെറിയ സുഗന്ധവും ഉണ്ടാകും. വളപ്രയോഗമോ കീടനാശിനി പ്രയോഗമോ ഇല്ലാതെ വളരുന്ന ഇവ പ്രദേശത്തെത്തുന്ന സഞ്ചാരികളും വാങ്ങിച്ചു കൂട്ടുന്നത് പതിവാണ്. കാന്തല്ലൂരിന് പുറത്ത് ഇവയ്ക്ക് വിളവ് ലഭിക്കില്ല. കാന്തല്ലൂർ പാഷൻ ഫ്രൂട്ടിന് 100 രൂപയ്ക്ക് മുകളിലാണ് മൊത്തവില. ചെമ്പകപ്പാറ പള്ളിക്കാനത്തിന് സമീപം ബസ്സിൽ നിന്നും വീണ യുവാവ് മരിച്ചു. കൊച്ചുകാമാക്ഷി സ്വദേശി പെരുമ്പേറ്റ് പ്രജിയാണ് മരിച്ചത്. തോപ്രാങ്കുടിക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്നും വൈകിട്ട് 6 മണിയോടെ പിടിവിട്ട റോഡിലേക്ക് വീഴുകയായിരുന്നു. വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. പള്ളിക്കാനത്ത് പാട്ടത്തിനെടുത്ത റബ്ബർ തോട്ടത്തിലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് അപകടമുണ്ടായത്. തോപ്രാങ്കുടിക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്നും പ്രജി പിടിവിട്ട് റോഡിലേക്ക് വീഴുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പരിക്കേറ്റ പ്രജിയെ പ്രദേശവാസികൾ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. തങ്കമണി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വണ്ടിപ്പെരിയാർ മൂങ്കലാറ്റിൽ പൂച്ചപ്പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. 1.5 വയസ്സ് പ്രായമുള്ള പൂച്ചപ്പുലിയെയാണ് മൂങ്കലാർ എസ്റ്റേറ്റിലെ 9 മുറി ഭാഗത്ത് ചത്ത നിലയിൽ കണ്ടെത്തിയത്. പുലിയുടെ സാന്നിധ്യമുള്ള വണ്ടിപ്പെരിയാർ മൂങ്കലാർ എസ്റ്റേറ്റിലാണ് പൂച്ചപ്പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. രാവിലെ എസ്റ്റേറ്റിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് ആദ്യം പൂച്ചപ്പുലിയുടെ ജഡം കണ്ടത്. പലതവണകളായി വളർത്തുമൃഗങ്ങളെ പുലിയുടെ ആക്രമണത്തിൽ ചത്ത നിലയിൽ ഇവിടെ കണ്ടെത്തിയതോടെ ഈ ഭാഗത്ത് താമസിക്കുന്നവർ ഭീതിയിലാണ്. ഇതിനിടയിലാണ് പൂച്ചപ്പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. പുലിയുടെ കുഞ്ഞാണെന്നാണ് ആദ്യം കരുതിയിരുന്നതെങ്കിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധിച്ചതോടെയാണ് പൂച്ചപ്പുലിയാണെന്ന് സ്ഥിരീകരിച്ചത്. 1.5 വയസ്സ് പ്രായമുണ്ടാകുമെന്നാണ് നിഗമനം. കുമളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പൂച്ചപ്പുലിയുടെ ജഡം മാറ്റി. കട്ടപ്പന നഗരസഭാ അധ്യക്ഷ ഷൈനി സോണി ചെറിയാൻ രാജിവെച്ച് എ ഗ്രൂപ്പിൽ നിന്നും പുതിയ അധ്യക്ഷയെ തിരഞ്ഞെടുക്കാൻ തയ്യാറെടുപ്പുകൾ നടക്കുമ്പോൾ ഭരണസമിതിക്കെതിരെ വിമർശനവുമായി BJP കൗൺസിലർ തങ്കച്ചൻ പുരയിടം. 3 വർഷമായി മാറിവന്ന 2 അധ്യക്ഷന്മാരും കാര്യമായ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. ഇടത്തെ കാലിലെ മന്ത് വലത് കാലിലേക്ക് മാറുന്ന അധ്യക്ഷന്റെ മാറ്റമല്ലാതെ ഒന്നും നഗരസഭയിൽ നടക്കുന്നില്ല. ഭരണകക്ഷിയുടെ ഗ്രൂപ്പിസം കാരണം ഒരു വികസനവും നടത്താതെ ജനങ്ങളെ മണ്ടന്മാരാക്കുകയാണെന്നും തങ്കച്ചൻ പുരയിടം ആരോപിച്ചു. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ 2 ടൈം കഴിഞ്ഞ് 3ാമത്തെ ടൈമിലേക്ക് ഉള്ള ചെയർപേഴ്സൺ വരിക. നമുക്കറിയാം 2021 തൊട്ട് ഈ 23 അവസാനിച്ച് 24 കയറി. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ കാര്യമായ ഒരു പ്രവർത്തനവും ഈ 2 ചെയർപേഴ്സന്മാർ മാറി വന്നിട്ടും നമുക്കിവിടെ നടത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ നിലവിൽ ഈ 19-ാം തീയതി രാജി പ്രഖ്യാപിച്ചിരിക്കുന്ന ചെയർപേഴ്സൺ ഇവിടെ നീന്തൽക്കുളം കട്ടപ്പനയെ സംബന്ധിച്ച് നമുക്കറിയാം, കുളങ്ങളിലും പടുതാക്കുളങ്ങളിലും ഒക്കെ പോയി ആൾക്കാർ മരിക്കുന്നു. നീന്തൽ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണെന്നുള്ള രീതിയിൽ കട്ടപ്പന നമുക്ക് നീന്തൽ പരിശീലനം അടിയന്തര ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നീന്തൽക്കുളം വെട്ടിക്കുഴക്കവലയിൽ സൗജന്യമായിട്ട് സ്ഥലം വിട്ടു തന്നു. ഉടൻ തന്നെ അത് പണി ആരംഭിക്കുമെന്ന് പറഞ്ഞതിനാണ് 40 ലക്ഷം രൂപയോളം വകയിരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കൗൺസിലിനെ ശരിക്കും പറ്റിക്കുകയായിരുന്നു. കാരണം ആ പദ്ധതി ഇപ്പോൾ നിലവിലില്ല. ആ പദ്ധതി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തന്നെ മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതിയിലുള്ളവർ തന്നെ അത് വെട്ടിക്കളഞ്ഞു എന്നാണ് ചെയർപേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉള്ള ഒരു ചെറിയ ന്യൂസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ഈ 3 വർഷത്തോളമായിട്ട് കട്ടപ്പന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഉണ്ടാക്കി, ഒന്നും നടന്നിട്ടില്ല. ഭരണമാറ്റങ്ങളെന്ന് പറയുന്നത് ഇടത്തെ കാലിലെ മന്ത് വലത്തെ കാലിലേക്ക് മാറുന്നതിന് തുല്യമായിട്ടുള്ള ഒരു ഭരണമല്ലാതെ കട്ടപ്പന വേറൊരു തരത്തിലുമുള്ള കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതികളും കട്ടപ്പന മുനിസിപ്പാലിറ്റി 3 വർഷമായിട്ട് നടക്കാൻ സാധിച്ചിട്ടില്ല. ഇനി വരുന്ന ഭരണസമിതിക്കും കൂടുതലായി ഒന്നും ചെയ്യാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല. കാരണം ഇതിൻ്റെ പ്രധാന കാരണം ഇവരുടെ ഗ്രൂപ്പീസമാണ്. ആ ഗ്രൂപ്പീസം കട്ടപ്പന ജനങ്ങളോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ കടുത്ത വഞ്ചനയാണ്. വണ്ടിപ്പെരിയാറിൽ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രേരണക്കാരായവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്നതിന്റെ ആശ്വാസത്തിലാണ് കുടുംബം. ഇനിയൊരു പെൺകുട്ടിക്കും ഈ ഗതി ഉണ്ടാവരുതെന്ന് പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു. 2023 ജൂലൈ 1 വണ്ടിപ്പെരിയാർ അയ്യപ്പൻകോവിൽ തെക്കേ പ്ലാപ്പള്ളി വീട്ടിൽ ശ്രീദേവിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വണ്ടിപ്പെരിയാർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ശ്രീദേവിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ അയ്യപ്പൻകോവിൽ സ്വദേശികളായ പ്രമോദ് വർഗീസ്, ഇയാളുടെ ഭാര്യ സ്മിത
എന്നിവരുടെ മാനസിക പീഡനത്തിലാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്ന് സൂചിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി പ്രമോദ് വർഗീസിനെ പോലീസ് കഴിഞ്ഞ വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തത്. പീരുമേട് കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡ് ചെയ്തു. കേസിൽ പ്രതിയായവരെ കണ്ടെത്തുന്നതിന് വണ്ടിപ്പെരിയാർ പോലീസ് നടത്തിയ കൃത്യതയാർന്ന അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തതിൽ നന്ദി അറിയിക്കുന്നതായി കുടുംബം പ്രതികരിച്ചു. നമ്മുടെ വണ്ടിപ്പെരിയാർ പോലീസുകാരോടും ഇതിന് ബന്ധപ്പെട്ട ആൾക്കാരോടും നമുക്ക് വളരെ നന്ദിയുണ്ട്. കാരണം അവർ നല്ല രീതിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി അവർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗം കൂടെ അവർ നല്ല ക്ലിയറായിട്ട് കേസ് പോകണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. വേറെ ഒരു കുടുംബത്തിനും ഇനി ഇതിപ്പോൾ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. കേസിൽ അന്വേഷണം നേരിടുന്ന പ്രമോദിന്റെ ഭാര്യ സ്മിത വിദേശത്താണ്. പ്രമോദിന്റെ ഫോൺ പരിശോധിച്ച് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തീരുമാനം. പ്രമോദിന്റെ അറസ്റ്റോടുകൂടി ഇയാളെക്കുറിച്ചുള്ള മോശമായ വിവരങ്ങൾ പുറത്തുവന്നതായും തന്റെ മകൾക്ക് വന്ന അനുഭവം മറ്റൊരാൾക്കും ഇനി ഉണ്ടാകരുതെന്നും ശ്രീദേവിയുടെ പിതാവ് പളനി ആചാരി പറയുന്നു. എൻ്റെ മോടെ കാര്യങ്ങൾ കഴിഞ്ഞ പിന്നെയാണ് ഇവനെപ്പറ്റിയുള്ള മറ്റുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. കാരണം ഇവൻ്റെ പെണ്ണുപിള്ള എൻ്റെ കുഞ്ഞിനെ എൻ്റെ പരിക്കാത്തിട്ട് വന്ന് മുടിക്ക് കുത്തിപ്പിടിച്ച് ഇടിക്കുകയും എല്ലാം ചെയ്തിട്ട് പോലും എൻ്റെ കുഞ്ഞ് എന്നോട് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അവിടെ മൂത്ത മോളാണ് അമ്മൂമ്മയോട് പറയുന്നത് ഇതുപോലെ സംഭവിച്ച അമ്മൂമ്മ. അപ്പോൾ അത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ടും ആ കൊച്ചു പോലും നമ്മുടെ പെരക്കകത്ത് എന്തെല്ലാം സാധനങ്ങളുണ്ട് എന്ന് എടുത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിന് ഒരു തെളിവാകുമല്ലോ. പക്ഷെ അവൾ അതുപോലും ചെയ്തില്ല. അത്രയ്ക്ക് അശുദ്ധമായിരുന്നു അവൾ. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്തറിയുന്നത്. ഈ അതിനകത്തുള്ള ആൾക്കാരുമായിട്ട് അവൻ വളരെ മോശമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നതും ഓരോ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതെല്ലാം ഈ സംഭവം എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ നമ്മൾ അവിടെ പറയാൻ. പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പറ്റും? പക്ഷേ ഇത് നേരത്തെ ചെറിയൊരു സൂചനയെങ്കിലും നമ്മൾ കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞിന് ഇന്നും ജീവനോട് കണ്ടേനെ. പ്രമോദിന്റെ ഭാര്യ സ്മിതയെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി പുണ്യം പൂങ്കാവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങൾ സജീവം. പദ്ധതിയിൽ പോലീസ്, പഞ്ചായത്ത്, സന്നദ്ധ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ എന്നിവരുടെ സഹകരണവും ശ്രദ്ധേയമാണെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആർ അശോക് കുമാർ പറഞ്ഞു. മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്നും സെക്രട്ടറി അറിയിച്ചു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഊർജിതമായി നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി പോലീസ്, പഞ്ചായത്ത്, വിവിധ സന്നദ്ധ രാഷ്ട്രീയ സംഘടനകൾ എന്നിവരെ ഉൾപ്പെടുത്തിയുള്ള പുണ്യം പൂങ്കാവനം പദ്ധതി പ്രകാരമുള്ള മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. മണ്ഡലകാലത്തോടനുബന്ധിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി അയ്യപ്പ ഭക്തരാണ് പ്രധാന ഇടത്താവളമായ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ എത്തിയത്. ഇതുകൊണ്ട് തന്നെ മാലിന്യം കുമിഞ്ഞുകൂടുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. പുണ്യം പൂങ്കാവനം പദ്ധതി പ്രകാരം ഇതിന് പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനുള്ള പദ്ധതികൾ അട്ടിമറിക്കുന്ന തരത്തിൽ മാലിന്യങ്ങൾ പൊതുയിടങ്ങളിൽ നിക്ഷേപിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെന്നും ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആർ അശോക് കുമാർ പറഞ്ഞു. സർക്കാർ കർശന നിർദ്ദേശമാണ് ഇക്കാര്യത്തിൽ തന്നിട്ടുള്ളത്. പഞ്ചായത്ത് ഭരണസമിതി കർശനമായിട്ടുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. മാലിന്യ നിർമ്മാർജ്ജനം എന്നുള്ളത് പോസിറ്റീവായിട്ട് കാണാതെ അതിനോട് നിസ്സഹകരിക്കുന്നവരോട് കർശന നടപടി സ്വീകരിക്കും. ഇപ്പോൾ തന്നെ അയ്യപ്പ സേവാ സംഘം പല സ്ഥലങ്ങളിലും ക്ലീൻ ചെയ്ത് പുണ്യം പൂങ്കാവനത്തിൻ്റെ ബോർഡുകളൊക്കെ സ്ഥാപിച്ച് ആ ചുവട്ടിൽ തന്നെ മാലിന്യം നിക്ഷേപിക്കുക എന്ന് പറയുന്നത് അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ കർശന നിലപാട് സ്വീകരിക്കണമെന്ന് പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് ഭരണസമിതി ഐകകണ്ഠേന തീരുമാനിച്ചു. ഏറ്റവും ചുരുങ്ങിയത് 10,000 രൂപ ആണ് ഫൈൻ ഈടാക്കാൻ പോകുന്നത്. എനിക്ക് എല്ലാവരോടും നാട്ടുകാരോട് അഭ്യർത്ഥിക്കാനുള്ളത്, പൊതുസ്ഥലങ്ങളിലും ജലസ്രോതസ്സുകളിലും മാലിന്യം നിക്ഷേപിക്കുന്നവരുടെ വിവരങ്ങൾ തരുന്നവരുടെ വിവരങ്ങൾ നമ്മൾ രഹസ്യമായി സൂക്ഷിക്കും. അത്തരം ദൃശ്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ദയവായി മൊബൈൽ ഫോണിൽ ആ വീഡിയോ ദൃശ്യം തന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ കടുത്ത നടപടി നമ്മൾ സ്വീകരിക്കും. ദൃശ്യം തരുന്നവർക്ക് നമ്മൾ 2,500 രൂപ പഞ്ചായത്ത് പാരിതോഷികമായി നൽകും. അപ്പോൾ അതൊരു പ്രോത്സാഹനമാണ്. കാരണം നമുക്ക് വണ്ടിപ്പെരിയാർ ടൗണ് വളരെ മനോഹരമായി മാതൃകാപരമായി നല്ല രീതിയിൽ സംരക്ഷിക്കണം, നല്ല രീതിയിൽ കൊണ്ടുപോകണം. ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്കും ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്കും നല്ല ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ മാലിന്യമില്ലാത്തൊരു പഞ്ചായത്തിന് നമുക്ക് സൃഷ്ടിച്ചേ പറ്റൂ. അതിനൊന്നും എല്ലാവരും സഹകരിച്ചാലേ പറ്റൂ. ഒരാൾ വിചാരിച്ചാൽ മതി രാത്രി കൊണ്ട് മാലിന്യം ഇട്ടാൽ ടൗൺ മാലിന്യമാണെന്ന് പറയാം.
പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ പിഴ ചുമത്തുമെന്ന പ്രഖ്യാപനം മുൻപ് പഞ്ചായത്ത് കമ്മിറ്റി എടുത്തിരുന്നു. കൂടാതെ പൊതുസ്ഥലത്തെ മാലിന്യ നിക്ഷേപകർക്കെതിരെ വീഡിയോ, ഫോട്ടോ മുതലായ തെളിവുകൾ ഹാജരാക്കുന്നവർക്ക് 2500 രൂപ വരെ പാരിതോഷികം നൽകുമെന്നും അറിയിച്ചിട്ടുള്ളതാണ്. മാലിന്യമുക്ത യജ്ഞത്തിൽ തുടർന്നും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും അടുത്ത മണ്ഡലകാലത്ത് ഇതിലും വ്യക്തമായ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച കട്ടപ്പന വെട്ടിക്കുഴക്കവല പുതുപ്പറമ്പിൽ അരുൺ വിജയനെ അനുമോദിച്ചു. കോൺഗ്രസ് നത്തുകല് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ മൊമെന്റോ നൽകി. 2023 ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷയിൽ പങ്കെടുക്കാൻ 9 പേരാണ് യോഗ്യത നേടിയത്. ഏറെ പരിമിതികൾ മറികടന്നാണ് അരുൺ വിജയൻ മികച്ച വിജയം കൈവരിച്ചത്. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ മൊമെന്റോ നൽകി. അപ്പോൾ ഇവിടെ അരുണിനെ സംബന്ധിച്ചിടത്തോളം അരുണ് ഈ CA പാസ്സായി വരുമ്പോൾ കട്ടപ്പനയിൽ തന്നെയുള്ള ഒരു വ്യക്തി പിന്നെ അദ്ദേഹത്തിൻ്റെ സേവനം കട്ടപ്പനയിൽ തന്നെ ലഭ്യമാകും എന്നുള്ളത് അത് വലിയ ഒരു കട്ടപ്പനക്കാർക്ക് തന്നെ ഒരു മെച്ചമായ ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെല്ലാം തന്നെ പഠിച്ച് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ തന്നെ ഒരു വലിയ സേവനം സ്വന്തം നാട്ടിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം പൂർത്തീകരിച്ചാണ് വന്നിരിക്കുന്നത്. ഏറ്റവും പറയേണ്ട ഒരാളെന്ന് പറയുന്നത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ പിതാവ് വിജയൻ ചേട്ടനെയാണ്. വിജയൻ ചേട്ടൻ വലിയ കഷ്ടപ്പാടും ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലൂടെയാണ് ഇതുവരെയും കടന്നു വന്നത്. അദ്ദേഹത്തിൻ്റെ ആ പ്രയാസങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുള്ളതുകൊണ്ട് ആ മകൻ ആ പിതാവിൻ്റെ കഷ്ടപ്പാട് മനസ്സിലാക്കി അദ്ദേഹത്തിന് ഇന്ന് സമൂഹത്തിന് തന്നെ മാതൃകയാകത്ത ഒരു അപ്പനുള്ള ഒരു സമ്മാനം ഇന്നിവിടെ മകൻ നൽകിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന പ്രിയപ്പെട്ട വിജയൻ ചേട്ടനും അദ്ദേഹത്തിൻ്റെ പത്നിയും പ്രിയപ്പെട്ട അരുണിൻ്റെ അമ്മയും ഉൾപ്പെടെ സഹോദരങ്ങൾ ഉൾപ്പെടെ ഒരു വലിയ സന്തോഷത്തിന് നിറവിലാണ്. വാർഡ് കൗൺസിലർ രാജൻ കാലാച്ചുറ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ കൗൺസിലർ ലീലാമ ബേബി, CDS ചെയർപേഴ്സൺ രത്നമ്മ സുരേന്ദ്രൻ, KA മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. അരുൺ വിജയൻ മറുപടി പ്രസംഗം നടത്തി. ലിസി ജോണി, സജി കിഴക്കേൽ, ബാബു പുളിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. കാമാക്ഷി ഉദയഗിരി സെന്റ് മേരീസ് UP സ്കൂളിൽ സംഘടിപ്പിച്ച പുരാവസ്തു പ്രദർശനം കുട്ടികൾക്ക് അത്ഭുത കാഴ്ചയായി. കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് ശേഖരിച്ച വിവിധ ചരിത്ര വസ്തുക്കളാണ് പ്രദർശനത്തിന് എത്തിച്ചത്. 100 കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ശവസംസ്കാരത്തിൽ ഉപയോഗിച്ചിരുന്ന നന്നങ്ങാടി മുതൽ ഓട്ടക്കാരണ വരെ 600-ലധികം വസ്തുക്കൾ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. മനുഷ്യൻ താണ്ടിയ ചരിത്ര നാഴികക്കല്ലുകൾ അടുത്തറിയുക എന്നതിനൊപ്പം പാഠഭാഗത്തെ അറിവുകൾ തങ്ങളുടെ മുന്നിലേക്ക് നേരിട്ടെത്തുക എന്നത് കുട്ടികൾക്ക് വേറിട്ടൊരു അനുഭവമായിരുന്നു. നന്നങ്ങാടി, ഉലക്ക, കിണ്ടി, മൊന്ത, റാന്തൽ, ഓട്ടക്കാലണ മുതലുള്ള പുരാതന നാണയങ്ങൾ, സ്റ്റാമ്പുകൾ, ഭരണികൾ, ചെമ്പുപാത്രങ്ങൾ, കൽവിളക്ക്, ഓട്ടുവിളക്ക്, കല്ലുകൊണ്ടുള്ള ഭരണികൾ, കുട്ട, വട്ടി, മുറം, വിവിധ തരത്തിലുള്ള അച്ചുകൾ തുടങ്ങി 600-ലധികം ചരിത്ര വസ്തുക്കളാണ് അറിവായി കുരുന്നുകളുടെ മുൻപിലേക്ക് എത്തിയത്. ഓരോ വസ്തുവിനോടൊപ്പം തയ്യാറാക്കിയിരുന്ന ലഘുക്കുറിപ്പുകൾ അവയെ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും സംശയ ദൂരീകരണത്തിനുമൊക്കെ കുട്ടികളെ സഹായിച്ചു. നിരവധി വർഷങ്ങൾ കൊണ്ട് അടുത്തറിയുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നാണ് കുട്ടികൾ പറയുന്നത്. 1 മുതൽ 7 വരെ ക്ലാസ്സുകളിലെ 300 കുട്ടികളും രക്ഷിതാക്കളുമാണ് പ്രദർശന സ്റ്റാളിലേക്ക് എത്തിയത്. പുരാവസ്തു പ്രദർശനം സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജെഫിൻ പാലിയത്ത് ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മാസ്റ്റർ ജിൻസ് ജോസ്, അധ്യാപകരായ ജെബിൻ ജേക്കബ്, പ്രിയ ബേബി, അനി വർഗീസ്, ലൗലി ഫ്രാൻസിസ് എന്നിവർ പ്രദർശനത്തിന് നേതൃത്വം നൽകി. കാഞ്ചിയാർ നരിയമ്പാറ ശ്രീ ശബരീശ അയ്യപ്പ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും ഐതിഹ്യങ്ങളും ഉൾപ്പെടുത്തിയ അയ്യപ്പഗാനം ശ്രദ്ധേയമാകുന്നു. ക്ഷേത്രം മേൽശാന്തി വിഷ്ണു ജിയാണ് ഗാനത്തിന്റെ വരികൾ എഴുതിയത്. ഗാനത്തിന്റെ സംഗീതവും ആലാപനവും നരിയമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂളിലെ മ്യൂസിക് അധ്യാപകൻ KG ഹരികൃഷ്ണനാണ് നിർവഹിച്ചിരിക്കുന്നത്. നരിയം പാറയിൽ വാഴുന്ന മൂർത്തി ശബരിഗിരീശായനയ്യനയ്യ. നരിയം പാറയിൽ വാഴുന്ന മൂർത്തി ശബരിഗിരീശായനയ്യനയ്യ. നിന്നാമമല്ലാതെ ഇല്ലൊരു ആശ്രയം കർപ്പൂരമാമിൻ ജീവിതത്തിൽ എൻ്റെ ദുഃഖ
ദുഃഖങ്ങൾ മറയുന്നു നിന്നടയ്ക്കൽ. ഗാനത്തിന്റെ കീബോർഡ് റെക്കോർഡിംഗ് വർക്കുകൾ പൂർത്തിയാക്കിയത് ജെൻസ് തൂക്കുപാലമാണ്. കൂടാതെ ഭക്തിസാന്ദ്രമായ ഈ ഗാനത്തിൽ ശബരിഗിരി ഭജൻസിലെ കുട്ടികളായ ദുർഗപ്രിയ രാജൻ, സാന്ദ്ര പ്രമോദ്, അനന്യ അനീഷ്, ശ്രീലക്ഷ്മി രതീഷ്, ശ്രീനന്ദു രതീഷ് എന്നിവരാണ് ശബ്ദം നൽകിയിരിക്കുന്നത്. സ്കൂളിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് വീഡിയോ ഗാനത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. ഇതിന്റെ ചിത്രീകരണം പൂർണ്ണമായും നരിയമ്പാറ അമ്പലത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു. നരിയമ്പാറയിൽ വാഴുന്ന മൂർത്തി ശബരിഗിരീശായനയ്യനയ്യ, നിന്നാമമല്ലാതെ ഇല്ലൊരു ആശ്രയം. കർപ്പൂരമാമിൻ ജീവിതത്തിൽ എൻ്റെ ദുഃഖങ്ങൾ മറയുന്നു നിന്നടയ്ക്കൽ. കാമാക്ഷി ശാഖായോഗത്തിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഗുരുവരം SHGയുടെ 500ാമത് സംഘയോഗവും 10ാം വാർഷികവും നടന്നു. ശാഖാ സെക്രട്ടറി KS പ്രസാദ് യോഗം ഉദ്ഘാടനം ചെയ്തു. കാമാക്ഷി 1558 നമ്പർ ശാഖായോഗത്തിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഇടിഞ്ഞമല മണിക്കട ഗുരുവരം SHGയുടെ 10ാമത് വാർഷികവും 500ാമത്തെ സംഘയോഗവും കുടുംബസംഗമവുമാണ് മേലെ വീട്ടിൽ തങ്കച്ചന്റെ വസതിയിൽ നടന്നത്. ശാഖാ സെക്രട്ടറി KS പ്രമോദ് യോഗം ഉദ്ഘാടനം ചെയ്തു. സംഘപ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രധാനമായ കാരണം അന്ന് നമ്മളെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബ അംഗങ്ങൾ അല്ലെങ്കിൽ ഒരു സമുദായം എന്ന നിലയിൽ നമ്മളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെതായ ജനറൽ സെക്രട്ടറി മുമ്പോട്ട് ഒരു കാഴ്ചപ്പാട് മൈക്രോ ഫൈനാൻസ് എന്നൊരു സംവിധാനം കൊണ്ടുവന്നുകൊണ്ട് ആ മൈക്രോ ഫൈനാൻസിലൂടെ നമ്മുടെ കുടുംബങ്ങൾക്ക് അന്ന് ചെറിയ വായ്പകൾ അന്ന് 10,000 രൂപ തൊട്ട് മുകളിലേക്ക് 50,000 രൂപ വരെയും നമ്മുടെ ഓരോ സംഘങ്ങൾക്കും നൽകിക്കൊണ്ടുള്ള ഒരു വായ്പാ സംവിധാനം നമുക്ക് ജനറൽ സെക്രട്ടറി ആരംഭിക്കുകയുണ്ടായി. മധുരം നൽകി ആരംഭിച്ച യോഗത്തിൽ ശാഖാ പ്രസിഡന്റ് സുജു ശാന്തി ലഹരിവിരുദ്ധ ക്ലാസ് നയിച്ചു. കാമാക്ഷി അന്നപൂർണേശ്വരി ക്ഷേത്രം ശാന്തി പ്രതീഷ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. സംഘം പ്രസിഡന്റ് ഷിനോജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഷാബു പൊട്ടംപ്ലാക്കൽ, സുരേഷ് KA, അനീഷ് മേലെ വീട്ടിൽ എന്നിവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇടുക്കിയുടെ അതിർത്തി ഗ്രാമങ്ങളും തോട്ടം മേഖലയും പൊങ്കൽ ആഘോഷ നിറവിലാണ്. തമിഴ് വംശജർ കൂടുതലായി താമസിക്കുന്ന പ്രദേശങ്ങളിലാണ് പൊങ്കൽ ആഘോഷം നടക്കുന്നത്. വീടുകൾ വൃത്തിയാക്കി അലങ്കരിച്ചും പ്രധാന വാതിലിൽ കാപ്പുകെട്ടി കോലങ്ങൾ വരച്ചുമാണ് പൊങ്കൽ ആഘോഷിക്കുന്നത്. ഇടുക്കിയിലെ കമ്പംമെട്ട്, ഉടുമ്പൻചോല, പാറത്തോട്, ഏലപ്പാറ, പാമ്പനാർ, വണ്ടിപ്പെരിയാർ, മൂന്നാർ, മറയൂർ, പൂപ്പാറ, ശാന്തൻപാറ പ്രദേശങ്ങളിലാണ് പൊങ്കൽ ആഘോഷം നടക്കുന്നത്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ആചാരമായ പൊങ്കലിന് 4 ദിവസങ്ങളിലായാണ് ആഘോഷം. ഓരോ ദിവസവും വ്യത്യസ്ത ചടങ്ങുകളും വിശ്വാസ രീതികളുമാണ് ഉള്ളത്. ഇത്തവണ പൊങ്കൽ ആഘോഷമാക്കുവാനാണ് ഊരുകൂട്ടങ്ങളുടെ തീരുമാനം. പ്രോഗ്രാമാണ് ഈ തൈമാസം എന്ന് പറയുന്നത്. ഈ തമിഴ്നാട്ടിലാണെങ്കിൽ ഈ ആടിയിൽ ഈ വിത്തിട്ടിട്ട് നമുക്ക് തൈര് കൊയ്ത്ത് നെയ്തിട്ട് അങ്ങനെ ഒരു പൊങ്കൽ, അങ്ങനെ ഒരു കൾച്ചറൽ പ്രോഗ്രാമാണ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ പൊങ്കലിന് ഈ 2-3 വർഷമായിട്ട് കൊറോണ അങ്ങനെ ഉണ്ടായിരുന്നുകൊണ്ട് ഈ വർഷം വലിയ രീതിയിൽ ആഘോഷിക്കാൻ അതിർത്തി തമിഴ് ഗ്രാമങ്ങളിലേക്ക് വലിയ ആവേശത്തോടുകൂടി തന്നെ ഈ പൊങ്കൽ ആഘോഷിക്കാൻ ഇവിടെ തീരുമാനിച്ചിരിക്കുന്നു. വീടുകൾ വൃത്തിയാക്കി അലങ്കരിച്ചും പ്രധാന വാതിലിൽ കാപ്പുകെട്ടി കോലങ്ങൾ വരച്ചുമാണ് പൊങ്കൽ ആഘോഷിക്കുന്നത്. നല്ല രീതിയിൽ കരുമ്പ് കച്ചവടം நல்லா இருக்குது. തമിഴ്നാട്ടിൽ ചിന്നമണ്ണൂർ ഭാഗത്തുനിന്ന് കയറ്റിക്കൊണ്ട് വന്ന സാധനമാണ് മൊത്തം. തമിഴ്നാട്ടിൽ കിട്ടത്തുള്ളൂ, ഇവിടെ കിട്ടാൻ പാടില്ല. இப்போ வந்துட்டு நல்ல ஒரு இதில் வியாபாரம் நடந்துகிட்டு இருக்கு.
ஒரு கட்டு வந்துட்டு அங்கே நம்ம எங்களுக்கு கிடைக்கிறது 400 ரூபாய்க்கு கிடைக்கும். இங்கே வந்து நாங்கள் ஒரு 500 ரூபா டு நல்ல கரும்பாக இருந்துச்சுன்னா நல்ல கட்டு பொறுத்த அளவுக்கு 600 ரூபாய்க்குள்ள நாங்கள் வியாபாரம் பார்த்துட்ருக்கோம். சிறிய சம்சாரி வந்து கேட்குறப்ப ஒரு 50 ரூபாய்க்கு ஒரு கரும்பு வந்து நாங்கள் கொடுத்துட்ருக்கோம். பொங்கல் நல்லபடியாக இருக்குது, ஒன்றும் பிரச்சனை இல்லை. இந்த வருஷம் நல்லா இருக்குது. 2 வருஷத்துக்கு கொரோனால வியாபாரம் ரொம்ப இல்லாமல் இருந்துச்சு. இந்த வருஷம் நல்ல ரீதியில் கரும்பு வியாபாரம், காப்பு கட்டி வியாபாரம்லாம் நல்லா இருக்குது. ഇത്തവണ അതിർത്തി മേഖലയിലെ പൊങ്കൽ വിപണിയും സജീവമാണ്. இங்கே வந்து ஸ்பாட்டிலே கிடைக்கிறதுனால ரொம்ப சந்தோஷப்பட்டு மகிழ்ச்சி அடைகிறோம். தைத்திருநாள் நல்லா கொண்டாடுறதுக்காக வாழ்த்துக்களை தெரியுது. கப்பக்கட்டுல எங்கே இந்த விலைக்கு இங்கே கொண்டு வந்து நமக்கு 20 ரூபாய்க்கு கொடுக்குறாங்க. ஒரு கட்டு வந்து 20 ரூபா ரேட்டு கொடுக்குறாங்க. பரவாயில்ல, நல்லா நம்மளுடைய சகாயம் பண்ணி நல்ல ஒரு தமிழக திருநாளை நல்லா கொண்டாடுறதுக்கான ஒரு வாய்ப்பை எங்களுக்கு தந்திருக்காங்க. நாங்களும் நல்லபடியாக வாழ்த்துக்கிறோம். കരിമ്പും കാപ്പും ഉൾപ്പെടെയുള്ളവ നേരത്തെ തന്നെ വിപണിയിൽ എത്തിയിരുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 580 രൂപ, ഏലം കൂടിയ വില 1600, ഏലം ശരാശരി വില 1400. കാപ്പിപ്പരിപ്പ് 240, ഗ്രാമ്പു 1000, കൊക്കോ 50, റബ്ബർ 150. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5815 രൂപ, വെള്ളി 76. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ദർശന പുണ്യവുമായി പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു. പുല്ലുമേട്ടിലും പരുന്തുംപാറയിലും പാഞ്ചാലിമേട്ടിലും മണിക്കൂറുകൾ കാത്തുനിന്ന അയ്യപ്പ ഭക്തർ ശരണം വിളികളോടെ മലയിറങ്ങി. ഇത്തവണയും ജില്ലാ ഭരണകൂടം ഒരുക്കിയിരുന്നത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ. ദളിത് ക്രൈസ്തവർക്ക് പ്രത്യേക സംവരണം പ്രഖ്യാപിക്കണമെന്ന ആവശ്യമുയർത്തി CSDS സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് ഇടുക്കി ജില്ലയിൽ തുടക്കമായി. ഏലപ്പാറയിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചരണ ജാഥ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ജാഥ നയിക്കുന്നത് CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ്. കുമളി സ്പ്രിംഗ് വാലിയിൽ പോലീസ് ആളുമാറി മധ്യവയസ്കനെ മർദ്ദിച്ചതായി പരാതി. മർദ്ദനമേറ്റത് സ്പ്രിംഗ് വാലി സ്വദേശി അയ്യപ്പൻ കറുപ്പയ്യയ്ക്ക്. ഇദ്ദേഹത്തെ പരിക്കുകളുടെ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേനലിൽ ആവശ്യക്കാരേറിയതോടെ ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ പാഷൻ ഫ്രൂട്ടിന്റെ വില ഉയർന്നു. ജൂൺ ജൂലൈ മാസങ്ങളിൽ 25 മുതൽ 30 രൂപയ്ക്ക് വരെ കർഷകരിൽ നിന്നും ശേഖരിച്ചിരുന്ന പാഷൻ ഫ്രൂട്ട് നിലവിൽ ഹൈറേഞ്ചിലെ വ്യാപാരികൾ ശേഖരിക്കുന്നത് 50 മുതൽ 70 രൂപയ്ക്ക് വരെ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.